UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വെൽഫെയർ പാർട്ടി ഇറങ്ങും. ലഘുലേഖ വിതരണം മുതൽ കലാശക്കൊട്ടിന് വരെ വെൽഫെയർ പ്രവർത്തകർ രംഗത്തിറങ്ങാൻ തീരുമാനമായെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. വട്ടിയൂർക്കാവിലും പൂഞ്ഞാറിലും പ്രചരിക്കുന്നത് പോലെ ത്രികോണ മത്സരമില്ല. രണ്ടിടത്തും UDF സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് വെൽഫെയർ പാർട്ടി വോട്ട് നൽകുക. BJPക്ക് വിജയസാധ്യതയുള്ള നേമം, കഴക്കൂട്ടം, മലമ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് നൽകണമെന്ന് സർവേയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. BJPക്ക് കേരള രാഷ്ട്രീയത്തിന്റെ ഭരണമേഖലയിൽ നിയമസഭയിൽ കാലുകുത്താൻ വഴിയൊരുക്കരുത് എന്നതാണ് ഞങ്ങളുടെ തീരുമാനത്തിന്റെ പോയിന്റ്. അതിന് വഴിയൊരുക്കുന്ന രീതിയിലുള്ള ചില സമീപനം ഡീലുകൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ഭാഗത്തുനിന്ന്, ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് UDF-ന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നോമിനിയാണ് എന്ന ഒരു ലൈൻ ഞങ്ങളുടെ മുമ്പിലില്ല. UDF-നെ പൊതുവിൽ പിന്തുണക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ കാണുന്നത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റഹീസ്, BJPയെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, പ്രചാരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും, എല്ലാ തലങ്ങളിലും ഞങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. മധു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും UDF-ന് പിന്തുണ നൽകാനുള്ള തീരുമാനം ഇന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വെറുതെ പിന്തുണ നൽകുകയല്ല വെൽഫെയർ പാർട്ടി ചെയ്യുക, പകരം എല്ലായിടത്തും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പോസ്റ്റർ ഉണ്ടാകും, ഫ്ലക്സ് ഉണ്ടാകും, കവലപ്രസംഗങ്ങൾ ഉണ്ടാകും, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രചരണത്തിനും വെൽഫെയർ പാർട്ടി ഉണ്ടാകും. UDF-മായി വേദി പങ്കിടുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയതുമില്ല. ഒപ്പം അദ്ദേഹം പറയുന്ന കാര്യം, ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നേരിട്ടൊരു മത്സരം BJP നേരിട്ടുള്ള മത്സരത്തിലില്ല. അവിടെ UDF-ഉം LDF-ഉമാണ് മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്നുവെന്ന് പൊതുവെ പറയപ്പെടുന്ന പൂഞ്ഞാറിൽ, കോട്ടയത്തെ പൂഞ്ഞാറിൽ PC ജോർജ് ചിത്രത്തിലില്ല. UDF-ഉം LDF-ഉമാണ് മത്സരം എന്നതടക്കമുള്ള കാര്യം പറയുന്നുണ്ട്. സ്വാഭാവികമായും നാളെ മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് UDF നേതാക്കൾക്ക് മറുപടി നൽകേണ്ടി വരും. പക്ഷേ തള്ളിപ്പറയാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം കുറെ കാലമായി UDF-ഉം വെൽഫെയർ പാർട്ടിയും ഒരു ധാരണയിലാണ് പോകുന്നത്. VD സതീശൻ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി ഒരു തീരുമാനമായതിനു ശേഷമാണ് ഇന്ന് പ്രഖ്യാപനം നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. മാധു.